ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്രോക്സിമേഷൻ മെത്തേഡിനെ കുറിച്ചാണ്. അപ്രോക്സിമേഷൻ മെത്തേഡ്സ് എന്താണെന്നുള്ളതും അതിൽ ഒരു മെത്തേഡുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അപ്രോക്സിമേഷൻ മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യണതെന്ന് വെച്ചാൽ, നമ്മൾ പൊതുവേ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് സൊല്യൂഷൻസ് കാണായിരുന്നു ചെയ്തത്, എനർജി വാല്യൂസ് കാണായിരുന്നു ചെയ്തത് ഫോർ വൺ ഇലക്ട്രോൺ സിസ്റ്റം. സാധാരണഗതിയിൽ പക്ഷേ നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിലോട്ട് വരുമ്പോൾ വൺ ഇലക്ട്രോൺ സിസ്റ്റത്തിനേക്കാളും കൂടുതൽ നമുക്ക് മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റംസാണ് ഡീൽ ചെയ്യേണ്ടി വരാം. അപ്പോൾ ഈ മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്യാമെന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാവും. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ എനർജി ടേംസ് കുറേ ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ നമ്മൾ പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷൻ ബോക്സിലൊക്കെ നമ്മൾ എടുത്തപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ടേമിന് 0 ആയിട്ട് എടുക്കുമായിരുന്നു എല്ലാത്തിലും തന്നെ. അപ്പോൾ ആ കേസ് എന്ന് പറയുന്നതല്ല അത് നോർമൽ കേസ് വരാം. അപ്പോൾ അതുകൊണ്ട് മൾട്ടി ഇലക്ട്രോൺ കേസസിൽ വരുമ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി കുറച്ച് അപ്രോക്സിമേഷൻസ് നമ്മൾ കൊടുക്കും. നമ്മൾ പോപ്പുലറായിട്ടുള്ള അപ്രോക്സിമേഷൻ മെത്തേഡ്സ് ആണ് വേരിയേഷൻ അപ്രോക്സിമേഷൻ മെത്തേഡും പെർട്ടർബേഷൻ മെത്തേഡും. അതിൽ വേരിയേഷൻ മെത്തേഡാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. വേരിയേഷൻ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആക്ച്വലി വേരിയേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. അതായത് നമ്മൾ ഒരു വേവ് ഫംഗ്ഷൻ ട്രയൽ ചെയ്തിട്ട് ഒരു വേവ് ഫംഗ്ഷൻ എടുക്കുന്നു, അത് വെച്ചിട്ട് നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നു, അപ്പോൾ കറസ്പോണ്ടിങ് എനർജി കിട്ടുന്നു. അങ്ങനെ പല ട്രയൽ വേവ് ഫംഗ്ഷൻസ് എടുത്തിട്ട് അതിൽ ഏറ്റവും സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന എനർജി വാല്യൂസിൽ ഏറ്റവും കുറവ് ഏതാണോ അതിനെ നമ്മൾ ആക്ച്വൽ എനർജി വാല്യൂ ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വേരിയേഷൻ മെത്തേഡിൽ അപ്പോൾ നമുക്കൊരു ട്രയൽ വേവ് ഫംഗ്ഷൻസ് ഉണ്ടാവും, ഒന്നോ അതിൽ കൂടുതൽ ട്രയൽ വേവ് ഫംഗ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ ട്രയൽ വേവ് ഫംഗ്ഷൻസ് സോൾവ് ചെയ്ത് നമുക്ക് കിട്ടുന്ന എനർജീനെയാണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് വിളിക്കുന്നത്. ഇനിയും അപ്പോൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്നതിന് നമ്മൾ ഈ ബാറിനാണ്. ഓക്കെ, അപ്പോൾ ഈ വേരിയേഷൻ തിയറത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രയൽ വേവ് ഫംഗ്ഷൻ സൈ എന്ന് പറയുന്നത്, ട്രയൽ വേവ് ഫംഗ്ഷൻ സൈ അതിന് കിട്ടുന്ന എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എനർജി ഇ ബാർ എന്ന് പറയുന്നത് എപ്പോഴും ട്രൂ വാല്യൂ E0നേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. ഈ ട്രൂ വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പല എക്സ്പെക്റ്റേഷൻ വാല്യൂസ് കണ്ടുപിടിക്കുമ്പോൾ ഏറ്റവും കുറവ് വാല്യൂ ഉള്ളതാണ് നമ്മൾ ട്രൂ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ പറയണതിൽ ട്രൂ വാല്യൂ ആണല്ലോ നമ്മൾ ഏറ്റവും കുറവുള്ള വാല്യൂവിനെയാണല്ലോ നമ്മൾ ട്രൂ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ബാർ എന്ന് പറയുന്നത് എപ്പോഴും E0നേക്കാളും കൂടുതലായിരിക്കും. അതാണ് നമ്മുടെ കണ്ടീഷൻ അല്ലെങ്കിൽ ആ തിയറം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രൂഫിലോട്ട് വരാണെങ്കിൽ നമ്മൾ 2 ഐഡിയാസാണ് അതിൽ എടുക്കുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്ത് എടുക്കുന്നത്. ആൻഡ് ദ ഫസ്റ്റ് ഐഡിയ എന്ന് പറയുന്നത് വേവ് ഫംഗ്ഷൻ, ഈ വേവ് ഫംഗ്ഷൻ സൈ എന്ന് പറയുന്നത് ഏഗൺ ഫംഗ്ഷൻ അല്ല എന്നുണ്ടെങ്കിൽ കൂടി, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ ഏഗൺ ഫംഗ്ഷൻ അല്ല എന്നുണ്ടെങ്കിൽ കൂടി നമ്മളെടുക്കുന്ന വേവ് ഫംഗ്ഷൻസിനെ നമ്മൾ ലീനിയർ കോമ്പിനേഷനായിട്ടും, അതായത് ലീനിയർ കോമ്പിനേഷനായിട്ട് നോർമലൈസ്ഡ് ആയിട്ടും ഓർത്തോഗണലായിട്ടുമായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് സൈ എന്ന് പറയുന്നത് A1 Ψ1 പ്ലസ് A2 Ψ2 പ്ലസ് A3 Ψ3 പ്ലസ് എക്സെട്ര, എത്ര നിങ്ങൾ എടുക്കുന്നോ അത്രയും. ഓക്കെ, അത്രയത്തിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ടായിരിക്കും എഴുതാം. ആൻഡ് ഇവിടെ വരുമ്പോൾ എച്ച് ക്യാപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എച്ച് ക്യാപ്പ് സൈ ഈസ് ഇക്വൽ ടു E1 E സൈ, എച്ച് ക്യാപ്പ് സൈ ഈസ് ഇക്വൽ ടു E സൈ. അപ്പോൾ ആ കണ്ടീഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ എച്ച് ക്യാപ്പ് ഇവിടെ സൈ എന്ന് പറയുന്ന ഓരോ എക്സ്പെക്റ്റേഷനെയും നമ്മൾ Ψ1 Ψ2 Ψ3 എന്നാണ് എടുക്കുന്നത്. അപ്പോൾ ജനറലൈസ് ചെയ്ത് എഴുതുമ്പോൾ എച്ച് ക്യാപ്പ് സൈ ഐ ഈസ് ഇക്വൽ ടു EI Ψ I, വേറെ I ഈസ് ഇക്വൽ ടു 1 2 3 എക്സെട്ര. ഇനിയും ഈ കോഎഫിഷ്യൻ്റ് വാല്യൂസ് എന്ന് പറയുന്നത് A1 A2 A3 ആണ് കോഎഫിഷ്യൻ്റ് വാല്യൂ ഈ ഫംഗ്ഷനിൽ. ഈ ഫംഗ്ഷനിൽ നമ്മൾ മോളിൽ കണ്ട ഈ ഫംഗ്ഷനിൽ A1 A2 A3 എന്ന് പറയുന്നതാണ് എന്ത് കോഎഫിഷ്യൻസ്, വാല്യൂ ഓഫ് കോഎഫിഷ്യൻസ്. ഈ കോഎഫിഷ്യൻസ് എപ്പോഴും നോർമലൈസ്ഡ്, അതായത് ഫംഗ്ഷനെ
അതായത് സൈ 1 സൈ 2 ഫങ്ഷൻസിനെ നോർമലൈസ്ഡ് ആവാൻ പാകത്തിന് ഓക്കെ സൈനൊക്കെ നോർമലൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ആ കോഎഫിഷ്യൻ്റെ വാല്യൂ വരുന്നത്. അപ്പോൾ അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ കേസിൽ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ സൈ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ സൈനെ നോർമലൈസ്ഡ് ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈ സ്ക്വയർ ഡീറ്റോ ഈക്വൽ ടു 1 ആയിരിക്കണം. അപ്പോൾ ഈ സൈ സ്ക്വയർ ഡീറ്റോ ഈക്വൽ ടു 1 ആവണം. ഇൻ്റഗ്രൽ സൈ സ്ക്വയർ ഡീറ്റോ ഈക്വൽ ടു 1 ആയിരിക്കണം. അപ്പോൾ ഇൻ്റഗ്രൽ ഈ ഇക്വേഷൻ വരാണ് a1 സൈ 1 പ്ലസ് a2 സൈ 2 പ്ലസ് a3 psi 3 plus etc. to etc. the whole square deta is equal to 1. ഓക്കെ, അപ്പോൾ നമുക്കിത് നോർമലൈസ്ഡ് ആവണമെങ്കിൽ കോഎഫിഷ്യൻ വാല്യൂസ് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് a3 സ്ക്വയർ എക്സെട്ര ഇസ് ഈക്വൽ ടു 1 എന്നായിരിക്കണം കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തോഗണലും ഈ കണ്ടീഷൻ ഈ ഇക്വേഷനിൽ ഓർത്തോഗണലും നോർമലൈസ്ഡും കണ്ടീഷൻസൊക്കെ ആവണമെങ്കിൽ a1 a2 a3 ദ ഹോൾ സ്ക്വയർ, അതായത് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് a3 സ്ക്വയർ ഓക്കെ ഈക്വൽ ടു 1 കിട്ടണം. ഇനിയും രണ്ടാമത്തെ കണ്ടീഷനിലോട്ട് വരുമ്പോൾ രണ്ടാമത്തെ ഐഡിയ കണ്ടീഷനല്ല, രണ്ടാമത്തെ കാര്യം വരുമ്പോൾ നമ്മൾ ഈ ബാർ എന്ന് പറയുന്ന വെയിറ്റ് ആവറേജ് ആണ് എടുക്കുന്നത്. അതായത് നമ്മുടെ ഈ ഇക്വേഷനെ നമ്മൾ ഇങ്ങനത്തെ പല എക്സ്പെക്റ്റേഷൻ വാല്യൂസ് കൊടുത്തു കഴിയുമ്പോൾ നമുക്കതിനെ വെയിറ്റ് ആവറേജ് ആയിട്ടാണ് എടുക്കുന്നത്. അതായത് വെയിറ്റ് ആവറേജ് ഈ ബാർ എന്ന് പറയുന്നത് എനർജി ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ ബാർ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സൈ സ്റ്റാർ എച്ച് ക്യാപ് സൈ ഡീറ്റോ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സൈ സ്റ്റാർ എച്ച് ക്യാപ് സൈ ഡീറ്റോ ഈസ് ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ സൈ സ്റ്റാർ സൈ ഡീറ്റോ. അങ്ങനെയാണ് നമുക്ക് ഈ ബാർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അപ്പോൾ ഈ ഇക്വേഷനും ഓർക്കണേ, എക്സ്പെക്റ്റേഷൻ എനർജി അല്ലെങ്കിൽ വെയിറ്റ് ആവറേജ് ഈ ബാർ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിന് നമ്മളൊരു സിംപ്ലസ്റ്റ് കേസ് കൺസിഡർ ചെയ്യാണ്. ഈ ബാർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സിംപ്ലസ്റ്റ് കേസ് കൺസിഡർ ചെയ്യാണ്. സൈ എന്ന് പറയുന്നത് a1 സൈ 1 പ്ലസ് a2 സൈ 2, അതായത് രണ്ടെണ്ണെങ്കിലും മിനിമം വേണം. അതായത് രണ്ട് സൈ വാല്യൂ എന്നത് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അല്ല ഒരു സൈ വാല്യൂ എന്നതാണ് 5 വാല്യൂ, സൈ അല്ല 5 വാല്യൂ, ഒരു 5 വാല്യൂ മാത്രമുള്ളത് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് പാർട്ടിക്കിൾ ഇൻ 1 ഡയമെൻഷൻ പോലെ ആവും. രണ്ടോ അതിൽ കൂടുതൽ എന്ത് വേണം, നമുക്ക് ആ ഇലക്ട്രോണിൻ്റെ ഇൻട്രാക്ഷൻ വേണം. അപ്പോൾ അതായത് നമുക്ക് രണ്ടെണ്ണെങ്കിലും മിനിമം വേണം. അപ്പോൾ സൈ ഈസ് ഈക്വൽ ടു a1 സൈ 1 പ്ലസ് a2 സൈ 2 ആണ് നമ്മൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കേസ് എടുക്കുന്നത്. വേറെ a1 ആൻഡ് a2 ആർ ദ കോഎഫിഷ്യൻസ് ആൻഡ് സൈ എന്ന് പറയുന്നത് റിയലുമാണ്. അപ്പോൾ സൈ റിയൽ ആകുമ്പോൾ സൈ സ്റ്റാർ എന്ന് പറയുന്നതിന് നമുക്ക് സൈ ആയിട്ട് തന്നെ എടുക്കാം. അപ്പോൾ ഈ ബാർ എന്ന് പറയുന്നത് ഈ ഇക്വേഷനിൽ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് സൈ സ്റ്റാറിന് സൈ തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ സൈ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നമ്മൾ a1 സൈ 1 a2 സൈ 2 ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ ഈ ബാർ ഈസ് ഇക്വൽ ടു a1 സൈ 1 പ്ലസ് a2 സൈ 2 എച്ച് ക്യാപ്, ഇവിടുത്തെ ഇക്വേഷനിൽ എച്ച് ക്യാപ്. ഇനി സൈയുടെ വാല്യൂ വീണ്ടും a1 സൈ 1 പ്ലസ് a2 സൈ 2 ഡോ ഡിവൈഡഡ് ബൈ, നമുക്ക് രണ്ട് ടേമേ വരുന്നുള്ളൂ, a1ഉം a2ഉം. അപ്പം a1 ഇവിടുത്തെ കേസിൽ അതായത് സൈ സ്ക്വയർ ഡീറ്റോ എന്നല്ല വരാം. അപ്പോൾ സൈ സ്ക്വയർ ഡീറ്റോ എന്ന് പറയുമ്പോൾ a1 സൈ 1 പ്ലസ് a2 സൈ 2 ദ ഹോൾ സ്ക്വയർ ഡീറ്റോ. ഓക്കെ, അതായത് സൈ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ സൈ എന്ന് പറയുന്നത് a1 സൈ 1 പ്ലസ് a2 സൈ 2 ആണ്. അപ്പോൾ അത് ഹോൾ സ്ക്വയർ ഡീറ്റോ. ഇനിയും ഇതിൻ്റെ എക്സ്പാൻഷൻ, അതായത് ഈ ഇക്വേഷനെ, ഈ ബാറിൻ്റെ ഇക്വേഷനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് ചെയ്താണെങ്കിൽ എങ്ങനെ വരും, a1 സ്ക്വയർ, അതായത് നിങ്ങൾ ഇത് ഇൻറ്റു ചെയ്യുക, a1 ഫൈ 1 ഇൻറ്റു a1 ഫൈ 1 എച്ച് ക്യാപ് a1 സൈ 1. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് കൊടുക്കാം, a1ന് പുറത്തെടുക്കാം a1 സ്ക്വയർ, മറ്റേത് വരുമ്പോൾ എന്താ സൈ 1 എച്ച് ക്യാപ് സൈ 1 എന്ന് പറഞ്ഞ് കിട്ടും. അതാണ് ഡീറ്റോ, അതാണിത്. അടുത്തത് ഇത് തന്നെ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതുപോലെ ഇതിങ്ങനെ ചെയ്യുക, ഇതും ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ടേംസാണ് ഈ മുകളിൽ ചെയ്തേക്കുന്നത്. മുകളിലെ എല്ലാ ടേംസും നമുക്ക് അങ്ങനെ കിട്ടും. അപ്പോൾ ആദ്യം ഞാൻ സ്ക്വയേഴ്സിൻ്റെ ടേം എഴുതിയാണ്. a1ൻ്റെ കോമൺ ആയിട്ട് വരുന്ന ടേം a2ൻ്റെ കോമൺ ആയിട്ടുള്ളത്, പിന്നെ a1 a2 വരുന്നത്.
ഇനി താഴെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ളതാണ് ഫുൾ. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്നുള്ളത് കിട്ടും. അതാണ് താഴെയും എക്സ്പാൻഡ് ചെയ്ത് എഴുതിയേക്കുന്നത്. ഇനിയും താഴോട്ട് നമ്മൾ ഈ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. അതായത് ഇതിന് ഇക്വേഷൻ 9 എന്നാണ് കൊടുത്തത് ഈ ബാറിന്. എന്നിട്ട് ഈ കണ്ടീഷൻസ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യാണ്. ഈ കണ്ടീഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കണ്ടീഷൻസ് ഇതിൽ അപ്ലൈ ചെയ്താലേ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ എച്ച് ക്യാപ് ψ1 ഈക്വൽ ടു E1 ψ1. അതുപോലെ തന്നെ എച്ച് ക്യാപ് ψ നമ്മൾ 2 കേസ് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് എച്ച് ക്യാപ് ψ2 ഈക്വൽ ടു E2 ψ2. അടുത്ത കേസാണ് നോർമലൈസ്ഡ് എന്ന് പറയുമ്പോൾ എന്താ, ഇൻ്റഗ്രൽ ψ1 സ്ക്വയർ ഡിറ്റോ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ψ2 സ്ക്വയർ ഡിറ്റോ ഈസ് ഈക്വൽ ടു 1. അതേമാതിരി ഓർത്തോഗണൽ ആണെങ്കിലോ ഇൻ്റഗ്രൽ 2 എണ്ണം ഉള്ളൂ. അപ്പോൾ ഇൻ്റഗ്രൽ ψ1 ψ2 ഡിറ്റോ ഈസ് ഈക്വൽ ടു 0. ഇനിയും അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 9 നമുക്ക് വീണ്ടും എഴുതാം. ഇ ബാർ ഈസ് ഈക്വൽ ടു A1 സ്ക്വയർ E1 ആയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ പറഞ്ഞ് ഞാൻ ഇത് ചെയ്യാം. ആദ്യത്തെ ടേമിനെ നമുക്ക് ഇൻ്റഗ്രൽ ψ1 എച്ച് ക്യാപ് ψ1 ഡിറ്റോ, അതിനെ നമുക്ക് ψ1 എച്ച് ക്യാപ് ψ1നെ നമുക്ക് എന്തായിട്ട് എഴുതാം, E1 ψ1 എന്ന് എഴുതാം. അപ്പോൾ ψ1 E1 ψ1 ഡിറ്റോ എന്ന് കിട്ടും. ഇനി അതിൽ E1 എന്ന് പറയുന്നത് നമുക്ക് എനർജി വാല്യൂ ഉള്ളൂ, അത് കോൺസ്റ്റൻ്റ്. അപ്പോൾ അത് പുറത്തെടുത്തു. ഇൻ്റഗ്രൽ എന്ത് വന്നു, ψ1 സ്ക്വയർ ഡിറ്റോ. ഇൻ്റഗ്രൽ ψ1 സ്ക്വയർ ഡിറ്റോ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ E1 എന്ന് കിട്ടും. അതുപോലെ നമ്മൾ മറ്റതും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് A1 സ്ക്വയർ E1 പ്ലസ് A2 സ്ക്വയർ E2 പ്ലസ് 0 അതായത് സെക്കൻഡ് ടേംസ്, തേർഡ് ടേമും ഫോർത്ത് ടേമിലും നമുക്ക് ഇൻ്റഗ്രൽ ψ1 ψ2 ആയിരുന്നു. അപ്പോൾ ഇൻ്റഗ്രൽ ψ1 ψ2 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ അതുകൊണ്ട് ആ ടേംസ് എന്തായിപ്പോവും, 0 ആയിപ്പോവും. അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് എന്ത് കിട്ടും, ഈ ബാർ ഈസ് ഈക്വൽ ടു A1 സ്ക്വയർ E1 പ്ലസ് A2 സ്ക്വയർ E2 ഡിവൈഡഡ് ബൈ A1 സ്ക്വയർ പ്ലസ് E2 സ്ക്വയർ എന്ന് കിട്ടും. ഇനിയും ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ ഒരു കേസ് പറഞ്ഞു A1 സ്ക്വയർ, അതായത് കോഎഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ വാല്യൂസ് എപ്പോഴും ഈക്വൽ ടു 1 ആയിരിക്കണം. അത് എത്രയുണ്ടോ അത്രയും ഈക്വൽ ടു 1 ആയിരിക്കണം. കാരണം നോർമലൈസ്ഡ് ഓർത്തോഗണൽ കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പോൾ അത് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ടേം, അതായത് ഈ ടേം A1 സ്ക്വയർ ആൻഡ് പ്ലസ് A2 സ്ക്വയർ എന്തായി മാറും, 1 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് മുകളിലത്തെ ടേംസ് മാത്രം കൺസിഡർ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇ ബാർ ഇസ് ഈക്വൽ ടു A1 സ്ക്വയർ E1 പ്ലസ് A2 സ്ക്വയർ E2. ഓക്കെ. ഇനിയും നമ്മൾ പറഞ്ഞു E0 എന്ന് പറയുന്നതാണ് നമ്മുടെ ലോവസ്റ്റ് എനർജി ടേം എന്നുള്ളത്. അത് നമുക്ക് അപ്പോൾ അതായത് ഇ ബാർ എന്ന് പറയുന്നത് എപ്പോഴും E0നേക്കാളും വലുതായിരിക്കണം. അപ്പോൾ ഇപ്പോൾ ഈ കാൽക്കുലേറ്റ് ചെയ്ത ഇ ബാർ നമ്മൾ എടുക്കുന്ന E0 ആയിട്ട് എടുക്കുന്നതിൻ്റെ കൂടുതലുള്ള വാല്യൂസ് ആയിരിക്കണം. ഓക്കെ. അപ്പം അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ഇ ബാർ ഇ മൈനസ് E0 ഇ ബാർ മൈനസ് E0 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, ഈ ഇ ബാർ എടുക്കാം. ഓക്കെ, മുകളിലത്തെ ഇ ബാർ എടുക്കാം. മുകളിലത്തെ ഇ ബാർ എടുക്കുമ്പോൾ എന്ത് വരും, A1 സ്ക്വയർ E1 പ്ലസ് A2 സ്ക്വയർ E2 മൈനസ് E0നെ നമ്മൾ എടുക്കാൻ ഈ സെയിം ഇക്വേഷനിൽ തന്നെ E1ന് പകരം E1 E2, അതായത് E0 എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ലോവസ്റ്റ് വാല്യൂ. അത് ഫസ്റ്റ് കേസിലായാലും ഫസ്റ്റ് ട്രയൽ ഫംഗ്ഷൻ അപ്ലൈ ചെയ്താലും സെക്കൻഡ് എടുത്താലും ഒക്കെ എന്താണ്, E0 തന്നെയായിരിക്കും. അപ്പം അതിൽ നമ്മൾ എന്ത് ചെയ്യണം, E1നും E2നും പകരം നമ്മൾ എന്ത് കൊടുക്കണം, E0 തന്നെ കൊടുക്കണം. അതാണ് A1 സ്ക്വയർ E1 പ്ലസ് A2 സ്ക്വയർ E2 മൈനസ് A1 സ്ക്വയർ E0 പ്ലസ് A2 സ്ക്വയർ E0 എന്ന് കിട്ടാം. ഇനിയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യുകയാണ്, കോമൺ ആയിട്ട് A1 സ്ക്വയർ ഉള്ള ടേംസിനെ എടുത്തിട്ട് A1 സ്ക്വയർ പുറത്തെടുക്കുന്നു, E1 മൈനസ് E0 പ്ലസ് A2 സ്ക്വയർ ഉള്ള ടേമിനെ എടുക്കുന്നു, A2 സ്ക്വയറിനെ പുറത്തെടുക്കുന്നു, E2 മൈനസ് E0 എന്ന് കിട്ടും. ഇനിയും E1 എപ്പോഴും ഏതായാലും E1 ആയാലും E2 ആയാലും എന്തായിരിക്കും, ഈ വാല്യൂവിൽ E0 ഏറ്റവും ചെറിയ വാല്യൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ E1 മൈനസ് E0 വാല്യൂ എപ്പോഴും എന്തായിരിക്കും, ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് A1 സ്ക്വയർ A2 സ്ക്വയർ ഒക്കെ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. പിന്നെ E1 എന്ന് പറയുന്നത് എപ്പോഴും E0നേക്കാളും
കൂടുതലാണ്. അതുപോലെ തന്നെ E2 എന്ന് പറയുന്നതും E0-നേക്കാളും കൂടുതലാണ്. അതുകൊണ്ടാണ് അവിടെ A1 A2 എന്ന് പറയുന്നത് എന്തായത്, ഓൾവേസ് പോസിറ്റീവ് ആയത്. ഇനിയും ഒരു എക്സ്ട്രീം കേസും കൂടി പറയുന്നുണ്ട്. എക്സ്ട്രീം കേസിൽ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നത്, അതായത് നമ്മൾ എടുക്കുന്ന ആ എക്സ്പെക്റ്റേഷൻ വാല്യൂ അത് ഭയങ്കര റെയറാണ്, അങ്ങനെ നടക്കാറില്ല. എങ്കിൽ കൂടി അറിഞ്ഞിരിക്കുക, എന്ന് പറയുന്നത് E0 ആവുന്ന കേസ് വരാം. അതായത് നമ്മളെടുക്കുന്ന ട്രയൽ വേവ് ഫങ്ഷൻ കറക്റ്റ് മാച്ചിങ് ആവുകയാണെങ്കിൽ, ഓക്കെ, നമ്മളെടുക്കുന്ന ട്രയൽ ഫങ്ഷൻ തന്നെ നമ്മുടെ വേവ് ഫങ്ഷനായിട്ട് വരുന്ന കേസുകളിൽ എന്ത് വരാം, എന്ന് പറയുന്നത് E0 ആവാം. അതൊരു അങ്ങനെ ഇല്ല, എന്നാലും അങ്ങനെ ഒരു കേസ് വേണമെങ്കിൽ ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇതാണ് വേരിയേഷൻ മെത്തേഡ് ഓഫ് അപ്രോക്സിമേഷൻ. ഓക്കെ, താങ്ക് യു.